പരീക്ഷ നടക്കുന്നത്. അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി പല മാറ്റങ്ങളും പ്രാക്ടിക്കൽ പരീക്ഷയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ അധ്യാപകരും അവരവരുടെ വിഷയങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് വ്യക്തമായി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് സമയത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്. അതായത് ഇപ്പോൾ നമുക്ക് നടക്കുന്ന പരീക്ഷകളിൽ ഫിസിക്സിന് മാത്രമാണ് 2 മണിക്കൂർ പരീക്ഷയ്ക്കുള്ളത്. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് 2 മണിക്കൂറാണ് ഫിസിക്സിന് സമയം. കെമിസ്ട്രിയും മാത്സും നിങ്ങൾക്ക് 1.5 മണിക്കൂർ വീതവും, ബോട്ടണിയും സുവോളജിയും ഓരോ മണിക്കൂറായി പരീക്ഷയുടെ സമയം മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത്രയും സമയം മാത്രമേ പരീക്ഷയുള്ളൂ. അതിനനുസരിച്ച് ചോദ്യ പേപ്പറിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തി. നമ്മൾക്ക് ശരിക്കും ഈ കോവിഡ് കാലത്ത് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടിക്കൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ തിയറി പരീക്ഷ തീരുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഇപ്പൊ അതിന് വീണ്ടും കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി നമ്മൾ ലിബറലൈസ് ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് പരീക്ഷയെ മാറ്റിക്കൊണ്ടാണ് പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും വീട്ടില് കുറെ കാലമായി ഇരിക്കുകയാണ്. കുറെ പേര് നീറ്റ് പരീക്ഷ, അതുപോലെ കീം പരീക്ഷ, ഇവയ്ക്കൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടാവും. അതിനുള്ള കോച്ചിങ്ങിനൊക്കെ പോകുന്നവർ, ഓൺലൈൻ കോച്ചിങ് ചെയ്യുന്നവരുണ്ടാവും, അല്ലാതെ വീട്ടിലിരുന്ന് അല്ലാതെ പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് നേരത്തെ അറിയിച്ചിരുന്നത് ജൂൺ 21 മുതൽ ജൂലൈ 7 പ്രാക്ടിക്കൽ പരീക്ഷ നടത്തണം എന്നായിരുന്നു. പക്ഷെ ഇപ്പോ അതിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ജൂൺ 28 മുതൽ മാത്രമേ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷ തുടങ്ങുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പരീക്ഷ ജൂൺ 28 മുതലേ ഉള്ളൂ എന്നത് നിങ്ങൾ ഓർത്തിരിക്കുക. ഞാൻ എല്ലാം നിങ്ങൾക്ക് അന്നേരം അറിയിപ്പ് കിട്ടുന്നത് അറിയിക്കുന്നുണ്ട്. അപ്പൊ ജൂൺ 28 മുതലായിരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ തുടങ്ങുന്നത്. അതിന് കാരണം തന്നെ ചില സ്കൂളുകളിൽ ഈ പ്രാക്ടിക്കലിന്റെ വിഷയങ്ങൾ തീരാത്തതുകൊണ്ട് അത്തരം കുട്ടികൾ സ്കൂളിലെത്തി അധ്യാപകരെ കണ്ട് ഒന്നുകൂടി സംശയ ദൂരീകരണം നടത്തുന്നതിന് വേണ്ടിയാണ് പ്രാക്ടിക്കൽ അത്രയും നീട്ടിവെച്ചത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നമില്ല. മാത്സിന് ഒഴികെ ബാക്കി മിക്കവാറും എല്ലാ വിഷയങ്ങളുടെയും പ്രാക്ടിക്കൽ തീർന്നതാണ്. എന്നാലും കുട്ടികൾക്ക് ചില സംശയങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ചില വിഷയങ്ങളൊക്കെ നിങ്ങളെ സ്കൂളിലേക്ക് വരുത്തി നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു തരും. കാര്യത്തിലൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയോ ടെൻഷനോ ആവശ്യമില്ല. ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ശരിക്കും തിയറി പരീക്ഷ പോലെ അല്ല പ്രാക്ടിക്കൽ പരീക്ഷ, നിങ്ങൾക്കറിയാം. കാരണം അത് കുറച്ചുകൂടി നിങ്ങൾ അടുത്ത് ഇടപഴകാനും സമ്പർക്കം വരാനൊക്കെ സാധ്യത കൂടുതലാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ അപകടകരമായ അവസ്ഥയിലാണ്. കോവിഡ് ധാരാളം പേർക്കുണ്ട്. ചിലപ്പം നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിന്റെ സമീപപ്രദേശങ്ങളിലും ഒക്കെ കോവിഡ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരുമായൊക്കെ സമ്പർക്കത്തിൽ വരാം. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല നമുക്ക് രോഗം വരുന്നത്. അപ്പൊ ഇത്തരം കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്നത് പരീക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഓരോ പരീക്ഷയ്ക്കും ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ഫിസിക്സിന് നിങ്ങൾക്ക് 2 എക്സ്പെരിമെന്റ് ചെയ്യേണ്ടിയിരുന്ന ഒരു എക്സ്പെരിമെന്റ് ആയി കുറച്ചു. കെമിസ്ട്രിയിൽ വോൾമെട്രിക് അനാലിസിസും ടൈട്രേഷൻ ചെയ്യുന്നത് വോൾമെട്രി മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. സോൾട്ട് നിങ്ങൾ പ്രൊസീജിയർ മാത്രം എഴുതിയാൽ മതി. ബോട്ടണിയിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല. എല്ലാം നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതിയാൽ മതി. മാത്തമാറ്റിക്സിൽ 2 എക്സ്പെരിമെന്റ് ചെയ്തിരുന്നത് 1 എക്സ്പെരിമെന്റ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തി. അതിനനുസരിച്ച് സുവോളജിയിലും കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒന്ന് ശരിക്കും നമുക്ക് സമയം കുറച്ചു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം. ഞാൻ പറഞ്ഞു 1.5 മണിക്കൂർ, നമുക്ക് 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂറായിരുന്നു പരീക്ഷയുടെ സമയം. അത് 1 മണിക്കൂറാക്കി കുറച്ചു. അതൊരു മാറ്റം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ രീതിയിലും ക്വസ്റ്റ്യൻ പാറ്റേണിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതില് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യരുത് എന്ന് ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും ഇട്ട് തരാത്തത്. അപ്പൊ എന്നാലും ആ ക്വസ്റ്റ്യൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഓരോ ക്വസ്റ്റ്യനും എന്താണ് ഒരു മാറ്റം എന്നുള്ളത് ഞാൻ പറയാം. അപ്പം നമുക്ക് നേരത്തെ പറയുന്ന മാർക്കിന് വ്യത്യാസമില്ല. 20 മാർക്കിന്റെ തന്നെയാണ് പരീക്ഷ. ആകെ 20 മാർക്കുകൾ ഉണ്ടാവും. അതിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ചോദ്യപേപ്പർ ഉണ്ടായിരുന്ന ചോദ്യം നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾ അതിന്റെ നോട്ടോ ക്വസ്റ്റ്യനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തു വെക്കുക. അതിന് മാറ്റമില്ല. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഐഡന്റിഫൈ ദ ഗിവൺ ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ, റൈറ്റ് വൺ ഐഡന്റിഫൈ ക്യാരക്ടർ ഓർ വൺ അഡാപ്റ്റേഷൻ ഓർ വൺ എക്കണോമിക് ഇമ്പോർട്ടൻസ്.
എന്ന് പറഞ്ഞ് നമുക്ക് 5 സ്പെസിമിനാണ് നമ്മൾ പഠിക്കാൻ പറഞ്ഞത്. അതിന് മാറ്റമൊന്നുമില്ല. 5 സ്പെസിമിനുകൾ നിങ്ങൾ പഠിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അസ്കാരിസ്, ലിവർ ഫ്ലൂക്ക്, ലീച്ച്, ഹണിബി, സ്റ്റാർഫിഷ് എന്നിവയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ അതെടുത്തിട്ടില്ല. അപ്പൊ 5 സ്പെസിമിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 5 എണ്ണവും പഠിക്കണം. അപ്പൊ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താണ് പഠിക്കേണ്ടത്. ഓരോ ചോദ്യത്തിനും നമ്മൾ പ്രധാനമായിട്ടും അവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അഡാപ്റ്റേഷനോ ഒരു ജനറൽ ക്യാരക്ടറോ പഠിച്ചു വെച്ചാൽ മതിയാവും. ഓരോന്നിനും നമ്മൾ 3 വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഓരോ ക്വസ്റ്റിനും വരാൻ സാധ്യത. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം അസ്കാരിസോ ലീച്ചോ അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്കോ ഒക്കെ ആണെങ്കിൽ പാരസൈറ്റ്സ് ആയതുകൊണ്ട് പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ആയിരിക്കും അവയെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുക. അപ്പൊ ഹണിബിയുടെ ക്വസ്റ്റൻ ആണെങ്കിൽ ചിലപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുക. സ്റ്റാർഫിഷ് ആണെങ്കിൽ ജനറൽ ക്യാരക്ടർ ആയിരിക്കും ചോദിക്കുക. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ ജനറലായിട്ട് എന്തായാലും നമ്മൾ പ്രധാനപ്പെട്ട ഈ ക്യാരക്ടേഴ്സ് എല്ലാത്തിനും സംബന്ധിച്ചുള്ള ഈ 3 കാറ്റഗറിയിൽ വരുന്ന രീതിയിൽ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കണം. അപ്പം പാരസൈറ്റ് ആയിട്ടുള്ള ജീവികളാണെങ്കിൽ അവയ്ക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പൊതുവെ ഇല്ല. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പരത്തുന്ന രോഗങ്ങളാണ്. ഇപ്പൊ ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നത് ലിവർ ഡിസീസ് ഉണ്ടാക്കുന്നു. അസ്കാരിയാസ് അല്ലെങ്കിൽ വെയിൻ ട്രബിൾ ഉണ്ടാക്കുന്നു. ലീച്ച് നമ്മുടെ ബ്ലഡ് സക്കിംഗ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് ആണ് അതുമായി ബന്ധപ്പെട്ട് എഴുതേണ്ടത്. ജനറൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ ഷേപ്പാണ് ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് പരീക്ഷയിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന അന്ന് നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ ടീച്ചർ നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ടീച്ചർ കാണിക്കുകയും അത് നോക്കി നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ തന്നെ ഇരുന്ന് എഴുതുകയുമാണ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ പരീക്ഷയ്ക്ക് പറഞ്ഞാൽ സ്പോട്ടേഴ്സ് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് വേണ്ടി നിങ്ങൾ അവിടെ പോയിരുന്ന് എഴുതി നോട്ട് ടീച്ചറെ കാണിച്ചിട്ട് വരുന്നതിന് പകരം ഇപ്പോൾ നിങ്ങളുടെ സീറ്റിൽ തന്നെ ഇരുന്ന് നിങ്ങൾ പരീക്ഷ എഴുതി തീർക്കുകയാണ് വേണ്ടത്. ഒരു കാരണവശാലും നേരത്തെ പേപ്പർ ടീച്ചർ കൈ കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ആൻസേഴ്സും നിങ്ങളുടെ സീറ്റിൽ തന്നെ ഇരുന്ന് നിങ്ങൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒന്നാം ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ചിത്രം ഉയർത്തി കാണിക്കുന്നു. ആ ചിത്രം നിങ്ങൾ കണ്ടിട്ട് അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിന്റെ എന്താണോ ടീച്ചർ എഴുതാൻ പറയുന്നത് ആ നോട്ട് എഴുതുക. അത്ര മാത്രമേ ആ ക്വസ്റ്റിനെ സംബന്ധിച്ചുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന് മാറ്റമൊന്നുമില്ല. നേരത്തെ പറയുന്നതിന് മാർക്ക് ഡിവിഷൻ അതുപോലെയാണ്. ഐഡന്റിഫിക്കേഷന് 1/2 മാർക്കും പിന്നെ ഒരു പോയിന്റ് എഴുതിന് 1/2 മാർക്കും, അങ്ങനെ 1 മാർക്കിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന് മാറ്റമില്ല. രണ്ടാമത്തെ ചോദ്യം അതുപോലെ തന്നെ ഐഡന്റിഫൈ ദ ഗിവൺ വെർട്ടിബ്രേറ്റ് ആനിമൽ, റൈറ്റ് 1 ഐഡന്റിഫൈ ക്യാരക്ടർ, 1 എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് 1 അഡാപ്റ്റേഷൻ. അതും ഇതുപോലെ ഒരു ഡയഗ്രാം ഉയർത്തി കാണിച്ചിട്ട് നമ്മളവിടെ 3 എണ്ണം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് പിന്നെ ഫ്രോഗ്, കലോട്ടസ്, പീജിയൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത് 3 ആയിരിക്കണം. ഈ 3 എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഏതാണോ ഞാൻ അന്ന് പറഞ്ഞ അന്ന് നോട്ട് തന്നിട്ട് ആ 3 നിങ്ങൾ പഠിച്ചാൽ മതി. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം. അപ്പൊ ആ 3 എക്സാമ്പിളുകൾ നേരത്തെ പറഞ്ഞ പോലെ അവയ്ക്ക് ഇതുപോലെ തന്നെ 3 എക്സാമ്പിളേ ഉള്ളൂ. അപ്പോ അത് നമുക്ക് അതിനെയും ഈ 3 തരത്തിലുള്ള ക്യാരക്ടർ, അതായത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കുക, അഡാപ്റ്റേഷൻ ആണെങ്കിൽ അഡാപ്റ്റേഷൻ പഠിക്കുക, ജനറൽ ക്യാരക്ടർ ആണെങ്കിൽ ജനറൽ ക്യാരക്ടർ പഠിക്കുക. അത് ഈ 3 സ്പെസിമെനെ സംബന്ധിച്ച് മാത്രം പഠിച്ചാൽ നമുക്ക് നമ്മുടെ റെക്കോർഡിൽ നമ്മൾ 5 സ്പെസിമെൻസ് ഉണ്ടായിരുന്നു. പക്ഷേ 3 സ്പെസിമെൻസ് നമുക്ക് പഠിക്കാൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 3 മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റൻ. അപ്പൊ അതിനും നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിഫിക്കേഷന് എന്താണെന്ന് എഴുതുന്നതിന് 1/2 മാർക്കും പിന്നെ അതിന്റെ ഒരു ക്യാരക്ടർ എഴുതുന്നതിന് 1/2 മാർക്കും, അങ്ങനെ 1 മാർക്കാണ് അതുകൊണ്ട്. അപ്പം ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും മാറ്റമൊന്നുമില്ല. എന്നാൽ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ഗിവൺ മോഡൽ, റൈറ്റ് 1 ഐഡന്റിഫിക്കേഷൻ ആൻഡ് 1 ഫംഗ്ഷൻ. ഇവിടെ ചോദ്യത്തിന് ഒരു പ്രധാനമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ ചോദ്യം നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഐഡന്റിഫൈ ദ ഗിവൺ മോഡൽ നമ്മൾ പഠിക്കാൻ പറഞ്ഞിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 4 മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു. ബ്രെയിന്, ഹാർട്ട്, ഇയർ, ഐ എന്നീ 4 മോഡലുകൾ. കിഡ്നി കൂടെ ഉണ്ടായിരുന്നു എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത്രയും മോഡലുകളാണ് പഠിക്കേണ്ടത്. പക്ഷെ അന്ന് നോട്ട് തരുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, അതായത് അങ്ങനെയായിരുന്നു നമ്മുടെ നേരത്തെ സിലബസ്. അവിടെ പറഞ്ഞിരുന്നത് ഈ മോഡലുകളുടെ കുറച്ച് പാർട്ടുകൾ നമ്മൾ ഇപ്പോൾ ബ്രെയിനിലാണെങ്കിൽ സെറിബ്രം, സെറിബ്രൽ മെഡുല, ഹാർട്ട് ആണെങ്കിൽ നമ്മൾ അയോട്ട, പൾമണറി ആർട്ടറി, പൾമണറി വെയിന്, സുപ്പീരിയർ വെയിന കാവ, ഇൻഫീരിയർ വെയിന കാവ, ഇങ്ങനെയൊക്കെയുള്ള പാർട്ടുകൾ. അങ്ങനെ ഓരോന്നിനും കുറച്ച് പാർട്ടുകളുണ്ട്. ആ പാർട്ടുകളുടെ ഫംഗ്ഷൻ കൂടെ പഠിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ചോദ്യം വായിച്ചാൽ മനസ്സിലായി, ഇവിടെ നമുക്ക് പാർട്ട് വേണ്ട, പാർട്ടിന്റെ ക്വസ്റ്റ്യൻ ഇല്ല. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ആ മോഡൽ എന്തിന്റെയാണെന്ന് എഴുതുക. നിങ്ങൾക്കറിയാലോ എത്ര സിമ്പിൾ ആണെന്ന് ആലോചിച്ച് നോക്കുക. ബ്രെയിൻ ഒരു മോഡൽ കാണിക്കുന്നു, അത് നിങ്ങൾ ബ്രെയിനിന്റെ മോഡലാണെന്ന് എഴുതുക. അതിനകത്തെ ഒരു പാർട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതില്ല. എന്നിട്ട് ആ ബ്രെയിനിന്റെ ജനറലായ ഒരു ഫംഗ്ഷൻ എഴുതുക. അതാണ് ചെയ്യുന്നത്. ബ്രെയിനിന്റെ ജനറലായ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോ ബ്രെയിൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിന്റെ ഫംഗ്ഷൻ ബ്രെയിനിന്റെ ഫംഗ്ഷൻ തന്നെ എഴുതും. ഇപ്പൊ സെറിബ്രം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സീറ്റ് ഓഫ് ഇന്റലിജൻസ് ആണ്, സീറ്റ് ഓഫ് മെമ്മറി ആണ്, സ്പീച്ചിനെ കൺട്രോൾ ചെയ്യുന്നു, വോളണ്ടറി ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു. സെറിബലം ആണെങ്കിൽ പിന്നെ ശരിക്കും നമ്മുടെ ബോഡി ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു.
വൈറ്റൽ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ബ്ലഡ് ഒബ്ലാഗേറ്റാണ്, ഇങ്ങനെയൊക്കെയുള്ള പാർട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഒന്നും എഴുതണമെന്നില്ല. ജനറൽ ആയിട്ട് ബ്രെയിൻ എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം. ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് കൺട്രോൾസ് ദ ബോഡി ഫങ്ഷൻസ്, അവർ വിസ്ഡം, ഇന്റലിജൻസ്, മെമ്മറി, ഇങ്ങനെയൊക്കെ പറയുന്ന ആ ജനറൽ ആയിട്ടുള്ള ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതിയാവും. അപ്പൊ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ടിന് അയോട്ട, പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, ഇത് ഓരോന്നിന്റെയും എഴുതുന്നതിന് പകരം ഹാർട്ടിന്റെ ജനറലായ ഫംഗ്ഷൻ എഴുതുക. എന്താണ്? ഹാർട്ട് ഈസ് എ പമ്പിംഗ് ഓർഗൻ വിച്ച് പമ്പ് ബ്ലഡ് ഫ്രം blood to various body parts and supply nutrients and oxygen and remove waste and carbon dioxide, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടല്ലോ. ജനറലായിട്ട് പറഞ്ഞ ഫംഗ്ഷൻ. ഹാർട്ട് എന്താണ് ചെയ്യുന്നത്? ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നു, ആ പമ്പിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ, ന്യൂട്രിയൻസ് ശരീരത്തിന് എല്ലാ ഭാഗത്തും എത്തിക്കുന്നു. ഇങ്ങനെ ഒരൊറ്റ ഫംഗ്ഷൻ മാത്രം അതിനെക്കുറിച്ച് പഠിച്ചാൽ മതി, വേറെ പാർട്ടിന്റെ ഫംഗ്ഷൻ പഠിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് അതുപോലെ ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓർഗൻ ഓഫ് ഹിയറിംഗ് ആൻഡ് ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം. രണ്ട് ഫംഗ്ഷനാണ്, ഹിയറിംഗ് ഉണ്ട്, ബാലൻസ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ മാത്രം പഠിച്ചാൽ മതി. അതുപോലെ ഐ എന്ന് പറയുന്നത് വിഷ്വൽ ഓർഗനാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ വിഷൻ, അല്ലെങ്കിൽ ഇറ്റ് റിയാക്ട് ടു ലൈറ്റ് ആൻഡ് ന്യൂ വിഷൻ എന്നുള്ള ഫംഗ്ഷൻ. അങ്ങനെ ആ ജനറൽ ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതിയാവും. അത് വളരെ അത് പ്രധാനപ്പെട്ട മാറ്റമാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ മോഡലിന്റെ പേരും മോഡലിന്റെ ഫംഗ്ഷനുമാണ് എഴുതേണ്ടത്. അതായത് നമ്മൾ അവിടെ ഓരോ പാർട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജനറലായിട്ട് ഏതാണ് ആ മോഡൽ എന്ന് എഴുതുക, ആ മോഡലിന്റെ ജനറൽ ആയ ഫംഗ്ഷൻ എഴുതുക. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ചാൽ അതിന്റെ നോട്ട് ഞാൻ മാറ്റിത്തരാം. ആ ഭാഗത്തുള്ള നോട്ട് ഇപ്പൊ ഞാൻ നോട്ട് തയ്യാറാക്കിയിട്ടില്ല, അടുത്ത സമയമുണ്ടല്ലോ നമുക്ക് അത് മാറ്റിത്തരാം. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യനും ഒരു മാറ്റമുണ്ട്. അവിടെ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ജോയിന്റ് ആൻഡ് റൈറ്റ് വൺ പെക്യുലാരിറ്റി എന്നാണ്. നമുക്ക് നേരത്തെ ഇത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ, പക്ഷെ അവിടുത്തെ ഒരു വ്യത്യസ്തമായി ഇവിടെ നമുക്കൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് പിന്നെ ജോയിന്റിന്റെ എണ്ണം മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ ഫ്രീലി മൂവ് ജോയിന്റ്സ് ആയിട്ടുള്ള 4 ജോയിന്റ്സ് ഒക്കെ പഠിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം നമുക്ക് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി വളരെ സിമ്പിൾ ആക്കിയിട്ട് 3 തരത്തിലുള്ള ജോയിന്റ്സ് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ പേപ്പറിൽ ഒരു കുറിച്ച് വെക്കുക. അതായത് പുതിയതായിട്ട് ക്വസ്റ്റ്യൻ ആണത്. അതിനകത്ത് നേരത്തെ ഇല്ലാതിരുന്ന ഒരു പാർട്ടാണത്. അതിനകത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ജോയിന്റ്സ് പറഞ്ഞാൽ ഒന്ന് ക്രേനിയമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കള്ള്, നമ്മുടെ തലയൊട്ടി, അതാണ് ഒരു ജോയിന്റ്. സ്കള്ള് അല്ലെങ്കിൽ ക്രേനിയം. അപ്പൊ ആ ജോയിന്റിന്റെ പേര് എന്ന് പറയുന്നത് അതൊരു ഇമ്മൂവബിൾ ജോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം, അതൊരു ഇമ്മൂവബിൾ ജോയിന്റ് ആണ് എന്ന് നമുക്ക് എഴുതാം. പിന്നെ അതിന്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് നോട്ട് മൂവബിൾ ആണ്, അതാണ് അതിന്റെ ഫംഗ്ഷൻ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. അത്ര അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ മാറ്റി ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ ക്രേനിയം എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. ഫ്യൂച്ചേഴ്സ് ഓഫ് സ്കൾ എന്നൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾ പറയുക സാധാരണ ഇത്. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ എന്താ ഫൈബർ ഓഫ് ജോയിന്റ് ആണ്, അങ്ങനെ നമുക്ക് എഴുതാം. ജോയിന്റ് എന്നുള്ളത് ഫൈബർ ഓഫ് ജോയിന്റ് എന്ന് എഴുതാം, ഇമ്മൂവബിൾ ജോയിന്റ് അത്ര മാത്രം എഴുതിയാൽ മതി. അതാണ് പറയുന്നത്. സ്കള്ള് തലയൊട്ടി കണ്ടാൽ നമുക്കിപ്പം നമ്മുടെ അസ്ഥികൂടം ആണ് കാണിക്കുന്നതെങ്കിലോ അത് ചിത്രം തരുവാണെങ്കിലോ തലയൊട്ടിയുടെ ചിത്രം എന്നിട്ട് ഏത് ജോയിന്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫൈബർ ഓഫ് ജോയിന്റ് എന്ന് എഴുതാം, ഇറ്റ് ഈസ് ഇമ്മൂവബിൾ ജോയിന്റ് എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അളവ് എനി ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഇങ്ങനെയൊക്കെ എഴുതാം. നമുക്കറിയാം തലയൊട്ടിലെ ബോൺസ് മൂവ് ചെയ്തില്ല. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വെർട്ടിബ്രൽ ബോൺസ് ആണ്. വെർട്ടിബ്രൽ കോളത്തിലെ നമ്മുടെ നട്ടലിലെ ബോൺസ് ആണ്. അപ്പൊ നട്ടലിന്റെ ചിത്രമാണ് തരുന്നതെങ്കിലോ അല്ലെങ്കിൽ അസ്ഥികൂടത്തിൽ നട്ടലിന്റെ ചിത്രമാണ് കാണിച്ചിട്ടും അതിന്റെ ജോയിന്റ് എഴുതാൻ പറഞ്ഞാൽ വെർട്ടിബ്രൽ ജോയിന്റ്സ് ആണ്. വെർട്ടിബ്രൽ ജോയിന്റ്സിന്റെ പ്രത്യേകത അത് കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആണ്. അതിന്റെ പേര് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ കാർട്ടിലേജിനസ് ജോയിന്റ്സ് എന്ന് എഴുതണം. അതിന്റെ പെക്യുലാരിറ്റി എഴുതുമ്പോൾ സ്ലൈറ്റ്ലി മൂവ്, അല്പം മൂവ് ചെയ്യും എന്ന് പറയാം, അല്ലെങ്കിൽ ലിമിറ്റഡ് മൂവ്മെന്റ്സ് എന്നോ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ് എന്ന് എഴുതാം. സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ് അപ്പത്തെ മാത്രമേ എഴുതിയാൽ മതിയാം. അപ്പം രണ്ടാമത്തേത് വെർട്ടിബ്രൽ ജോയിന്റ്സ് ആണ്. അതിന് നിങ്ങൾ എഴുതേണ്ടത് കാർട്ടിലേജിനസ് ജോയിന്റ് എന്നാണ് പേര്. അതിന്റെ ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തേത് സ്കള്ള് തരികയാണെങ്കിൽ അല്ലെങ്കിൽ ക്രേനിയം തരികയാണെങ്കിൽ നമ്മുടെ തലയൊട്ടി തരികയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഫൈബ്രസ് ജോയിന്റ്, അതിന്റെ പെക്യുലാരിറ്റി ഇമ്മൂവബിൾ ജോയിന്റ്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു വെർട്ടിബ്രൽ കോളമാണ് തരുന്നതെങ്കിൽ അല്ലെങ്കിൽ വെർട്ടിബ്രൽ ജോയിന്റ്സ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് കാർട്ടിലേജിനസ് ജോയിന്റ്, അതിന്റെ പെക്യുലാരിറ്റി സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്. മൂന്നാമത്തേതാണ് ഷോൾഡർ ജോയിന്റ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഷോൾഡർ, ഹിപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒന്നുമില്ല, ഷോൾഡർ ജോയിന്റ് മാത്രം. ഷോൾഡർ ജോയിന്റ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഫ്രീലി മൂവബിൾ ജോയിന്റ് അല്ലെങ്കിൽ സൈനോവിയൽ ജോയിന്റ്, ഫ്രീലി മൂവബിൾ. വേണമെങ്കിൽ കോളൻ സോക്കറ്റ് ജോയിന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് വേണേൽ കോളൻ സോക്കറ്റ് ജോയിന്റ് നമ്മൾ എഴുതാം. ഇങ്ങനെ മാത്രം എഴുതിയാൽ മതിയാവും. അപ്പൊ ആ ചോദ്യവും അത്രയും ലഘൂകരിച്ചിട്ടുണ്ട്.
അതിൽ നമ്മൾ പുതിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ക്രേനിയവും വെർട്ടിബ്രൽ കോളവും നമുക്ക് നേരത്തെ പഠിക്കാൻ പറഞ്ഞിരുന്നില്ല. അതിപ്പോ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ക്രേനിയം അല്ലെങ്കിൽ സ്കള്ളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എഴുതുക ഫൈബ്രസ് ജോയിന്റ്, ഇമ്മൂവബിൾ ജോയിന്റ്. വെർട്ടിബ്രൽ കോളമാണ് വരുന്നതെങ്കിൽ കാർട്ടിലേജസ് ജോയിന്റ്, സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്. ഷോൾഡർ ജോയിന്റ് ആണ് വരുന്നതെങ്കിൽ ഫ്രീലി മൂവബിൾ ജോയിന്റ് അല്ലെങ്കിൽ സൈനോവിയൽ ജോയിന്റ് എന്ന് എഴുതുക, ഫ്രീലി മൂവബിൾ എന്ന് എഴുതുക. പിന്നെ കോളൻ സോക്കറ്റ് ഒന്നും കൂടെ വേണമെങ്കിൽ എഴുതാണെങ്കിൽ അത് ചോദിച്ചാൽ. അപ്പൊ ഈ 3 ജോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. മാർക്ക് ഡിവിഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനും അരമാർക്ക് ജോയിന്റിന്റെ പേര് എഴുതുന്നതിനും അരമാർക്കിന്റെ പ്രക്രിയയായിട്ട് എഴുതുന്നതിനും അങ്ങനെ 1 മാർക്ക് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ 4 ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വീതമാണ്. അതില് ഈ 3ാമത്തെയും 4ാമത്തെയും ചോദ്യത്തിലാണ് നമ്മൾ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ ചോദിച്ചു വയ്ക്കണം. പിന്നെ നമുക്ക് ഇനി ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഞാൻ പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും കൂടുതലായിട്ട് പറയണമെങ്കിൽ എന്തായാലും നിങ്ങൾ ചോദിക്കണം എന്നോട്. പിന്നത്തേക്ക് മാറ്റി വയ്ക്കണ്ട, ഇപ്പൊ തന്നെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ ആദ്യത്തെ 4 ചോദ്യം മനസ്സിലാക്കാണല്ലോ. ഒന്നാമത്തേത് നമ്മൾ ഇൻവെർട്ടിബ്രേറ്റ് ആനിമലിനെ ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത്തേത് വെർട്ടിബ്രേറ്റ് ആനിമലിനെ ഐഡന്റിഫൈ ചെയ്യണം. മൂന്നാമത്തേത് മോഡലിന്റെ പേരെഴുതി ജനറൽ ആയ ഫംഗ്ഷൻ എഴുതണം. നാലാമത്തേത് ഈ 3 ജോയിന്റുകളിൽ ഏതെങ്കിലും ഒരു ജോയിന്റ് തന്നാൽ ആ ജോയിന്റ് ഏതാണെന്ന് എഴുതുക. അതായത് ഒന്നുകിൽ ഫൈബ്രസ് അല്ലെങ്കിൽ കാർട്ടിലേജസ് അല്ലെങ്കിൽ സൈനോവിയൽ. ഇതിന്റെ ഫംഗ്ഷൻ എഴുതുക. ഫൈബ്രസ് ജോയിന്റ് സ്കള്ളാണ്, ഫൈബ്രസ് ജോയിന്റ് ആണെങ്കിൽ ഇമ്മൂവബിൾ ആണ്. വെർട്ടിബ്രൽ കോളം ആണെങ്കിൽ സ്ലൈറ്റ്ലി മൂവബിൾ ആണ്. പിന്നെ ഷോൾഡർ ജോയിന്റ് ആണെങ്കിൽ ഫ്രീലി മൂവബിൾ ആണ്. ഇതാണ് 3 തരത്തിലുള്ള ജോയിന്റിന്റെ പേരും പ്രയോജനപ്പെട്ടത്. അത്രയാണ് ജോയിന്റുകളെ കുറിച്ചത്. അപ്പൊ ഈ ആദ്യത്തെ 4 ചോദ്യങ്ങൾ ഇങ്ങനെയായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5ാമത്തേതിലും മാറ്റം വരുത്തി. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് ആൻഡ് ലേബൽ 2 പാർട്സ് സജസ്റ്റഡ്. അതായത് നമുക്ക് നേരത്തെയുള്ള ചോദ്യ പേപ്പറിൽ 2 ചിത്രങ്ങളാണ് വരയ്ക്കാൻ പറഞ്ഞത് നിങ്ങളോട്. ഡൈജസ്റ്റീവ് സിസ്റ്റവും മൗത്ത് പാർട്സ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ചിത്രം മാത്രം പഠിച്ചാൽ മതി. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം വരച്ചു പഠിക്കുക, മൗത്ത് പാർട്സ് വേണ്ട. ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് അവര് നമുക്ക് വരുന്ന ടീച്ചർ പറയുന്ന 2 പാർട്ട് നിങ്ങൾ എഴുതുക. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റം അതേപോലെ വരച്ചു പഠിക്കുക. അതിലെ എല്ലാ പാർട്ടും വരച്ചു പഠിക്കുക. ചിത്രം നന്നായി വരച്ചു പഠിക്കണം. കാരണം 5 മാർക്കാണ് ആ ചോദ്യത്തിന്. ഒറ്റയടിക്ക് അതിന്റെ മാർക്കിന് വേണ്ടി വ്യത്യാസം വന്നു. 5 മാർക്ക്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ചില ചോദ്യങ്ങൾ ഒഴിവാക്കി ചെയ്തപ്പോൾ മാർക്ക് നഷ്ടപ്പെട്ട ചോദ്യങ്ങളുടെ മാർക്ക് കൂടി ഈ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് 5 മാർക്കാണ്. വരയ്ക്കുന്നതിന് 3 മാർക്കും ഓരോ പാർട്ട് ലേബൽ ചെയ്തതിന് 2 മാർക്ക്. അങ്ങനെ 5 മാർക്കുണ്ട്. അപ്പൊ അത് നമുക്ക് സുഖമായി മേടിക്കാൻ പറ്റുന്നതാണ്. വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് നേരത്തെ വരച്ചുകൊണ്ട് വേറെ ഒന്നും പഠിക്കേണ്ട. ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് എന്ന ഹെഡിങ് എഴുതുക. എന്നിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം വരയ്ക്കുക. അതിന്റെ ടീച്ചർ പറഞ്ഞ 2 പാർട്ട് ലേബൽ ചെയ്യുക. അങ്ങനെ വേണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ പാർട്ടും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന പാർട്ടുകളെല്ലാം നിങ്ങൾ ലേബൽ ചെയ്ത് വെച്ചിട്ട് ടീച്ചർ പറഞ്ഞ 2 പാർട്ടുകൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചാലും മതി. അപ്പൊ അതിൽ തെറ്റൊന്നും വരരുത്. ചിത്രം വരയ്ക്കാൻ പഠിച്ചിട്ട് വരും. അത് 2-3 ദിവസം പേപ്പറിൽ വരച്ചു നോക്കണം. ഒരു കാരണവശാലും മാർക്ക് കളയരുത്. 5 മാർക്കാണ് ആ ചോദ്യത്തിന്. അപ്പോ 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് ആണ്. അതിന് 5 മാർക്കുണ്ട്. ഇനി അടുത്തത് നമ്മള് 6, 7 എന്ന ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ 2 ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിരുന്നു. ഒന്ന് ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ്, മറ്റൊന്ന് പ്രോട്ടീൻ ടെസ്റ്റ്. ആ 2 സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് 3 ഉണ്ടായിരുന്നു. അതൊന്നും ഇനിയില്ല. ആ 3 ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നില്ല. ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കി. അതായത് നിങ്ങൾ ടെസ്റ്റ് ബുക്കിലൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ആ 3 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ല, ആ 3 ചോദ്യം 2 ചോദ്യത്തിലായിട്ടാണ് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് നേരത്തെ ഉള്ള ചോദ്യ പേപ്പറുള്ള 6, 7 എന്നീ ചോദ്യങ്ങൾ. അതായത് ഒന്ന് ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഫുഡ് സാമ്പിളില്, അല്ലെ ഡയബറ്റിക് പേഷ്യന്റ് യൂറിനില്, അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ടെസ്റ്റ് യൂറിനില് എന്നൊക്കെ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ 2 ക്വസ്റ്റ്യനുകളും ഇല്ല. പക്ഷെ അതിന്റെ നിങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചതല്ല, നമുക്ക് ചെയ്യാനില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ചെയ്യണ്ട. അതിന് പകരം നമുക്ക് 6ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഐഡന്റിഫൈ ദ പാത്തജൻ ആണ്. നേരത്തെ നമുക്ക് അത് 8ാമത്തെ ചോദ്യമായിരുന്നു എന്ന് തോന്നുന്നു. അത് ഇപ്പം 6ാമത്തെ ചോദ്യമായിട്ട് വരുന്നു. ഐഡന്റിഫൈ ദ പാത്തജൻ, റൈറ്റ് ദ ഡിസീസ് കോസ്ഡ് ഇറ്റ് ആൻഡ് റൈറ്റ് 1 സിംഗർ. പിന്നെ നേരത്തെ നമ്മൾ 3 എണ്ണമാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. 3 ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാനതിപ്പോൾ കറക്റ്റായിട്ട് എനിക്കൊന്ന് എൻ്റെ വീഡിയോ ഒരെണ്ണം, അസ്കാരിസ് ആയിരുന്നു ഒരെണ്ണം, പിന്നെ ഒരെണ്ണം പ്ലാസ്മോഡിയ ആയിരുന്നു തോന്നുന്നു. 3 എണ്ണമായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. 4 എണ്ണം ഉണ്ട്. നമുക്ക് റെഗ്യുലർ അതായത് റെഗ്യുലർ നമ്മൾ ഒഴിവാക്കി തോന്നുന്നു. 3 എണ്ണം പഠിക്കാൻ പറഞ്ഞു. ആ 3 എണ്ണം മാത്രം പഠിച്ചാൽ മതി. അവരുടെ പേരെഴുതണം, അതിന്റെ ഡിസീസിന്റെ പേര് എഴുതണം, സിംറ്റം എഴുതണം. അപ്പൊ നമുക്കത് എളുപ്പത്തിൽ ഇപ്പൊ കണ്ടുപിടിക്കാം. അസ്കാരിയാസ് ആണ് ഡിസീസ്. പിന്നെ
അസ്കാരിയാസിസ്, അതിന്റെ പാത്തോജന്റെ പേര് അസ്കാരിസ്, ഡിസീസിന്റെ പേര് അസ്കാരിയാസിസ്. ഒരു സിംറ്റം എന്തെങ്കിലും നമുക്ക് സ്റ്റൊമക് പെയിൻ എന്നോ പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിസീസ് സിംറ്റം കൂടിയായിരിക്കാം, കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് ഉണ്ടോ, അതൊക്കെയാണ് അതിന്റെ പ്രശ്നം. ഇനി രണ്ടാമത്തേത് നമ്മൾ പ്ലാസ്മോഡിയം ആണെങ്കിൽ നമ്മുടെ പാത്തോജന്റെ പേര് പ്ലാസ്മോഡിയം, ഉണ്ടാക്കുന്ന ഡിസീസ് മലേറിയ, സിംറ്റം എന്ന് പറയുന്നത് ഫീവർ ആൻഡ് ചിൽ, പനിയും കുളിരും ഒക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് പിന്നെ അമീബ, പിന്നെ അല്ല പ്ലാസ്മോഡിയം പറഞ്ഞാൽ എൻഡമീബ ആണെങ്കിൽ പാത്തജന്റെ പേര് എൻഡമീബ, ഡിസീസ് അമീബിയാസിസ്. എൻഡമീബ ഡിസീസിന്റെ പേര് അമീബിയാസിസ്. അതിന്റെ സിംറ്റം ഇതൊക്കെ തന്നെയാണ്. സ്റ്റൊമക് പെയിൻ ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ ഡിസെൻട്രി, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് അതിനുള്ളത്. അപ്പൊ അത് 3 ഡിസീസ് പഠിക്കാം. അതിന് നമുക്ക് മാർക്ക് 2 മാർക്കാണ്. 6ാമത്തെ ചോദ്യത്തിന് 2 മാർക്കാണുള്ളത്. അപ്പൊ ആ 2 മാർക്ക് നമുക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ ഗിവൺ എംബ്രിയോളജിക്കൽ സ്ലൈഡ്, സ്കെച്ച് ആൻഡ് ലേബൽ 1 പാർട്ട്. നമ്മളൊരു എംബ്രിയോളജി 3 സ്ലൈഡുകൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റിഡ്. അതിന് ചിത്രം കാണിക്കും. ആ ചിത്രം നിങ്ങൾ നോക്കിയിട്ട് ഏതാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ടെസ്റ്റിസ് ആണോ, ഓവറി ആണോ, ബ്ലാസ്റ്റിഡ് ആണോ എന്ന് എഴുതുക. എന്നിട്ട് അതിന്റെ ചിത്രം വരച്ച് ഒരു പാർട്ട് ലേബൽ ചെയ്യുക. അതിന് പക്ഷേ പ്രത്യേകത ഇപ്രാവശ്യം അതിന് 3 മാർക്കുണ്ട്. അതിന് മാർക്കിന്റെ ഇത് കൂട്ടിയിട്ടുണ്ട്. അത് എന്താണെന്ന് എഴുതുന്ന 1 മാർക്ക്, ഡ്രോയിങ്ങിന് 1 മാർക്ക്, ലേബലിംഗ് 1 മാർക്ക്, അങ്ങനെ 3 മാർക്ക്. അപ്പൊ അത് നമ്മൾ തിയറിയിൽ പഠിക്കണം. ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റിഡ് എന്തെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇത്രയും ക്വസ്റ്റ്യനുകളെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളൂ. ആദ്യത്തെ ഈ പറഞ്ഞ 7 ക്വസ്റ്റ്യനുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ആദ്യം പറഞ്ഞ 4 ഞാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ ഉള്ളതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഡൈജസ്റ്റ് സിസ്റ്റത്തിന് മാർക്ക് കൂട്ടി. 6ാമത്തേൽ പാത്തോജൻ ആണ്. 7ാമത്തേൽ നമുക്ക് എംബ്രിയോളജിയുടെ സ്ലൈഡാണ്. ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റിഡ് ആണ് തരിക. അത് ഏതാണ് നിങ്ങൾ എഴുതുക. അതിന്റെ ചിത്രം വരച്ച് ലേബൽ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ഒരു ലേബൽ ചെയ്തുകൊണ്ടിരിക്കരുത്. 1-2 പാർട്ട് ലേബൽ ചെയ്തേക്കണം. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോയാലും ഒരെണ്ണം തെറ്റിയാലും ഒരു പാർട്ടെങ്കിലും ശരിയാകും, എന്നാലേ മാർക്ക് കിട്ടും. അതുകൊണ്ട് മാർക്ക് കളയായിരിക്കും, അത് നോക്കുക. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വൈവ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ആണ്. അതിനും ഇപ്രാവശ്യം ഒരു മാറ്റം എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്ത 2 ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. 6ഉം 7ഉം ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. അതായത് ടെസ്റ്റ്, ഈ ഫിസിയോളജിക്കൽ ടെസ്റ്റ്, ഗ്ലൂക്കോസിന്റെയും അതുപോലെ തന്നെ പ്രോട്ടീന്റെയും സ്റ്റാർച്ചിന്റെയും ടെസ്റ്റ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങൾ, ആ ടെസ്റ്റുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും. ഏതെങ്കിലും 2 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതണം. അത് പേപ്പറിൽ എഴുതുകയാണെങ്കിൽ വൈവ ചോദിക്കുകയില്ല. അത് നിങ്ങളെ ടീച്ചർ അടുത്ത് വിളിക്കുകയോ നിങ്ങളോട് ചോദിക്കുകയില്ല. പകരം നിങ്ങളുടെ ആൻസർ പേപ്പറിൽ നിങ്ങൾ അവരുടെ ഉത്തരം, അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതി. ഇപ്പൊ ഉദാഹരണത്തിന് ഗ്ലൂക്കോസിന്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ ടീച്ചർ ഇപ്പൊ നിങ്ങളോട് നെയിം ദ റിയേജന്റ് യൂസ്ഡ് ഫോർ ഗ്ലൂക്കോസ് ടെസ്റ്റ്, ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന റിയേജന്റ് ഏത്, അല്ലെങ്കിൽ നെയിം ദ റിയേജന്റ് യൂസ്ഡ് ഫോർ പ്രോട്ടീൻ ടെസ്റ്റ് ഓർ ആൽബുമിൻ ടെസ്റ്റ്, അല്ലെങ്കിൽ നെയിം ദ റിയേജന്റ് യൂസ്ഡ് ഫോർ സ്റ്റാർച്ച് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ നമ്മൾ ആ റിയേജന്റിന്റെ പേര് എഴുതി മാത്രം മതിയോ? അപ്പൊ നമുക്ക് അത് പഠിച്ചിട്ട് പോകണം. ഇപ്പൊ ബെനഡിക്സ് റിയേജന്റ് നമ്മൾ പറയുന്നത് ഗ്ലൂക്കോസിന്റെ ബെനഡിക്സ് റിയേജന്റ് ആണ്. നമ്മൾ ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ഉപയോഗിച്ചത് നൈട്രിക് ആസിഡ് ആണ്. സ്റ്റാർച്ച് നമ്മൾ അയഡിൻ സൊല്യൂഷൻ ആണ് ഉപയോഗിച്ചത്. അപ്പൊ അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അതിന് ചിലപ്പോൾ കളർ ചേഞ്ച് ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോ വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ ബൈ ആഡിങ് ബെനഡിക്സ് റിയേജന്റ് ടു ഗ്ലൂക്കോസ് സൊല്യൂഷൻ. അപ്പൊ നമുക്കറിയാം എന്താണ് ഗ്രീൻ ടു ബ്രിക്ക് റെഡ് കളർ, അതാണ് ഗ്ലൂക്കോസിന്റെ. പ്രോട്ടീൻ ആണെങ്കിൽ റിംഗ് ടെസ്റ്റ് ആണ്. എ വൈറ്റ് റിംഗ് അപ്പിയേഴ്സ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ലിക്വിഡ്സ്. സ്റ്റാർച്ച് ആണെങ്കിൽ ഡാർക്ക് ബ്ലൂ കളർ. അപ്പൊ ഇങ്ങനെ ആ രീതി ആ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചോദ്യമായിരിക്കും ചോദിക്കുക. അപ്പൊ അതിന്റെ ഒരു മോഡൽ ആയിട്ടുള്ള 3-5 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പൊ ആ ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും. അതിന് 2 എഴുതിയാൽ മതി. നമ്മൾ നേരത്തെ തിയറി പരീക്ഷയ്ക്കുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഇരട്ടി ക്വസ്റ്റ്യൻ ചോദിച്ച് 2 എഴുതിയാൽ മതി. അതാണ് നിങ്ങൾക്ക് വൈവയായിട്ട് വരുന്നത്. അപ്പൊ വൈവയും വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉള്ള പോലെ വലിയ പ്രയാസമുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും തരിക. അപ്പൊ അതിന്റെ വൈവയുടെ മോഡൽ ചോദ്യങ്ങൾ ഞാൻ പിന്നീട് നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ലാസ്റ്റിലത്തേത് എന്ന് പറയുന്നത് 9ാമത്തേത് പ്രാക്ടിക്കൽ ഡയറി, നിങ്ങളുടെ റെക്കോർഡാണ്. വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെക്കോർഡിന്റെ മാർക്ക് കൂട്ടിയിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം വരെ 2 മാർക്കാകുന്നത് നമുക്ക് കഴിഞ്ഞ സ്ക്രീൻ അനുസരിച്ച് 3 ആക്കി, ഇപ്രാവശ്യം 4 മാർക്കാക്കി ഉയർത്തിയിട്ടുണ്ട്. പ്രാക്ടിക്കൽ ഡയറിക്ക് 4 മാർക്കാണ്. അപ്പൊ 4 മാർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ആ റെക്കോർഡ് നിങ്ങൾ എല്ലാം തന്നെ വരച്ചിട്ടുണ്ടാവണം. എല്ലാവരും റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അതില് അന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന റെക്കോർഡിൽ കുറച്ചു പേരുടെ റെക്കോർഡ് ഇപ്പോഴും ലാബിൽ ഇരിപ്പുണ്ട്. ഒന്നത്. രണ്ടാമത് കുറച്ചു പേര് റെക്കോർഡ് കംപ്ലീറ്റ് ആയിരുന്നില്ല. അതൊക്കെ ഞാൻ ബാക്കിയുള്ളവരെ സൈൻ ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പൂർത്തിയാക്കി കാണുന്നത്. പിന്നെ ഇൻഡെക്സ് പേജ് അതെല്ലാം എഴുതണം, പേജ് നമ്പർ എഴുതണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പൂരിപ്പിച്ച് നിങ്ങൾ ഇതിന് വേറെ ടെൻഷനൊന്നും വേണ്ട. പരീക്ഷയ്ക്ക് കൊണ്ടുവന്നാൽ മതി. അന്ന് നമ്മൾ 15-16 പേര് ഇതിനുള്ള ബാച്ചുകളായിട്ടായിരിക്കും നിങ്ങൾ ചെയ്യിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഞാനത് അന്നേരം തന്നെ ഒപ്പിട്ട് വരും, ഒപ്പിടാൻ ബാക്കിയുള്ളത്. പക്ഷെ നിങ്ങളത് പൂർത്തിയാക്കിക്കൊണ്ട് വരണം. അവിടെ നിന്ന് പിന്നെ അന്നേരം എഴുതാനൊന്നും സമയം കിട്ടത്തില്ല. നമ്മൾ പരീക്ഷ സമയത്ത് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പൂർത്തിയാക്കി വെക്കുക. റെക്കോർഡിന്റെ ഫ്രണ്ട് പേജ് എല്ലാം എഴുതി നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പറൊക്കെ എഴുതാനുള്ള കോളം ഉണ്ട്. ആ രജിസ്റ്റർ നമ്പർ, ക്ലാസ് എല്ലാം വ്യക്തമായിട്ട് റെക്കോർഡിൽ പൂരിപ്പിച്ചിട്ടുണ്ടാവണം. ഹോൾ ടിക്കറ്റ് പരീക്ഷയ്ക്ക് എല്ലാവരും കൊണ്ടുവരണം. റെക്കോർഡിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഹോൾ ടിക്കറ്റും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഹോൾ ടിക്കറ്റും കൂടി റെക്കോർഡ് കൊണ്ടുവരണം. പിന്നെ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറയണം. നിങ്ങൾ ഇല്ലാത്തവരെല്ലാം ഹോൾ ടിക്കറ്റ് കൊണ്ടുവരിക. ഹോൾ ടിക്കറ്റ് റെക്കോർഡിന്റെ ഫ്രണ്ട് പേജിൽ വെച്ച് വേണം എക്സാമിനറെ കാണിക്കാൻ. അതിന് നിങ്ങളുടെ പേര് പൂർത്തിയാക്കണം. അതിനുശേഷം ഇൻഡെക്സ് എഴുതുക. ഇൻഡെക്സ് മൊത്തം പൂർത്തിയാക്കിയതിനു ശേഷം എല്ലാ പേജുകളിലും നോക്കിയിട്ടുണ്ടോ നോക്കി. ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും പേജ് വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചിത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ടെങ്കിലോ ഒക്കെ ചിലപ്പോൾ സൈൻ ചെയ്യാറുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് വരിക. ഇനിയും 5-6 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല. അതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ റെക്കോർഡിന് മാർക്ക് പരമാവധി കൊടുക്കണമെന്ന് എല്ലാ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് മാർക്കൊന്നും കുറയും. നിങ്ങൾ കംപ്ലീറ്റ് ആണെങ്കിൽ റെക്കോർഡ് കുറയ്ക്കത്തില്ല. എന്ന് പറഞ്ഞാൽ സുവോളജിക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് 20 മാർക്കും വാങ്ങാൻ ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിലുള്ള ചോദ്യ പേപ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 2 ചോദ്യങ്ങൾക്കും മാറ്റം വരുത്തുകയും 2 ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. വൈവ പൂർണ്ണമായും നമ്മൾ നേരത്തെ ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ടെൻഷൻ ചോദിച്ചിട്ട് ഉത്തരം എഴുതാൻ പറ്റില്ല, അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. സോ നിങ്ങൾ ബോർഡിലോ അല്ലെങ്കിൽ ചാർട്ടിലോ ചോദ്യം എഴുതി കാണിക്കുകയും നിങ്ങൾ അതിന്റെ ഉത്തരം നേരിട്ട് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതിയാലും മതി. അപ്പോൾ പൂർണ്ണമായും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആ പഠിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 20 മാർക്ക് വാങ്ങാം എന്ന് ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിയറി പരീക്ഷയ്ക്ക് നിങ്ങളുടെ പേപ്പർ ഞങ്ങളല്ല നോക്കിയതെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന പേപ്പർ വെച്ച് നോക്കുമ്പോൾ ഈ ഡബിൾ ചോയ്സ് വന്നതോടുകൂടി ധാരാളം കുട്ടികൾക്ക് ഫുൾ മാർക്കാണ്. മിക്കവരും ഒരു സുവോളജിക്കൊക്കെ ഒരു പേപ്പർ, ഒരു 20 പേരടങ്ങിയ ഒരു 8 പേപ്പർ നോക്കുമ്പോൾ 4-5 പേര് ഒഴികെ ബാക്കി എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു വാല്യുവേഷനാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. 30 നിങ്ങൾക്ക് ഏത് ചോദ്യം എഴുതിയിട്ടും 30 മാർക്ക് കിട്ടുന്നത് 30 അവരെഴുതി. എല്ലാ വിഷയങ്ങളും 60 മാർക്ക് വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് 60 എത്ര 60 മുതൽ 100 വരെ മാർക്ക് എത്ര മാർക്ക് കിട്ടിയാലും അത് 60 മാർക്കായിട്ട് തന്നെ പരിഗണിക്കും. അതുകൊണ്ട് മിക്കവർക്കും ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തിയറിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രാക്ടിക്കലിനും കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. പക്ഷെ ഓർത്തിക്കേണ്ട കാര്യം എല്ലാവർക്കും ഇത് തന്നെയാണ് മാർക്ക്. അപ്പം അടുത്ത അഡ്മിഷനൊക്കെ പോകുമ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഉള്ള മാർക്ക്, ഒരു മാർക്ക് പോലും പ്രാക്ടിക്കലിന്റെ ആണെങ്കിലും നമുക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ പ്രാക്ടിക്കലിന് മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ നിലനിർത്താൻ കഴിയൂ എന്നതും ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് വന്ന മാറ്റങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം, ചോദ്യത്തിന്റെ മാതൃക നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അയച്ചു തരാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് തയ്യാറാക്കിയത് നമ്മുടെ പരീക്ഷയുടെ ഞങ്ങളുടെ കാസർഗോഡ് ചീഫ് വേണ്ടി ക്വസ്റ്റ്യൻ തയ്യാറാക്കിയ ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് അത് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഞാനത് ക്വസ്റ്റ്യൻ പരസ്യപ്പെടുത്തിയത് ഒരു മോശമാണ്. അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഒന്നാമത്തെ ചോദ്യത്തിൽ ഇൻവെർട്ടിബ്രേറ്റ് ആനിമലിനെ ഐഡന്റിഫൈ ചെയ്ത് നോട്ട് എഴുതുക. രണ്ടാമത്തിൽ വെർട്ടിബ്രേറ്റ് ആനിമലിനെ ഐഡന്റിഫൈ ചെയ്ത് നോട്ട് എഴുതുക. മൂന്നാമത്തെ ചോദ്യത്തിൽ മോഡൽ, അതിന്റെ പേരും ഫംഗ്ഷൻ മാത്രം മതി, പാർട്ടൊന്നും വേണ്ട. നാലാമത്തേത് ജോയിന്റ്, 3 തരം ജോയിന്റ് നമ്മൾ പറഞ്ഞു. അതിൽ ഏത് ജോയിന്റ് ആണെന്ന് എഴുതുക. നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒന്ന് തലയൊട്ടിയാണ് തരിക, മറ്റൊന്ന് നട്ടലാണ് തരിക, പിന്നെ ഷോൾഡർ ജോയിന്റ് ആണ് തരിക. ആ ജോയിന്റിന്റെ പേരും അതിന്റെ പെക്യുലാരിറ്റി എഴുതുക. പിന്നെ 5ാമത്തെ ചോദ്യത്തിൽ വേറൊന്നുമില്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം വരച്ച് പാർട്സ് ലേബൽ ചെയ്യുക. 2 പാർട്ട് മതി പരീക്ഷയ്ക്ക്. അത് ടീച്ചർ പറയുന്ന പാർട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അന്നേരം ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പരമാവധി പാർട്ടുകൾ ലേബൽ ചെയ്ത് പഠിക്കുക. എന്നിട്ട് എല്ലാ പാർട്ടും പേപ്പറിൽ അടർപ്പെടുന്നുണ്ട്, കുഴപ്പമില്ല. ടീച്ചർ പറഞ്ഞ 2 പാർട്ടും അണ്ടർലൈൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പാർട്ടജനെ ഐഡന്റിഫൈ ചെയ്യാൻ 3 പാർട്ടജൻ നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടജന്റെ പേരും അതുണ്ടാക്കുന്ന ഡിസീസും അതിന്റെ ഒരു സിംറ്റവും ആണ് അതിനകത്ത് എഴുതുന്നത്. 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റുല എന്നീ 3
ചിത്രങ്ങൾ തന്നാൽ അത് ഏതാണെന്ന് എഴുതുക. ആ ചിത്രത്തിന്റെ അത് ചിത്രം വരച്ച് നിങ്ങൾ ഒരു പാട്ടെങ്കിലും ശേഖരിക്കുക. ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു പാട്ട് കൊണ്ടിരിക്കരുത്, അധികം പാട്ട് ചെയ്യണം. ഇത് ഈ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള 2 ചോദ്യങ്ങളിൽ ഒന്ന് ഓർത്തിരിക്കേണ്ടത്, ചിത്രങ്ങൾ എന്തായാലും വരച്ച് പഠിക്കണം. മറന്നു പോരുത്. ചിത്രങ്ങൾ നമ്മൾ മനസ്സിലിങ്ങനെ ഓർത്ത് വെച്ച് അവിടുന്ന് പരീക്ഷയ്ക്ക് വരയ്ക്കാൻ പറ്റില്ല. ചിത്രങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പേപ്പറിൽ വരച്ചു നോക്കണം. ഈ ചിത്രങ്ങളല്ല, അത്രയേ ഉള്ളൂ പഠിക്കാൻ. അപ്പൊ അത് നന്നായിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ബന്ധപ്പെട്ട് പറയാനുള്ള. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാൻ.